കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സംവരണ മണ്ഡലങ്ങളിൽ BJPക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. ഇത്രയധികം കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടും രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ഒരുപാട് കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളെ ഭയചകിതരാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. സംവരണം എടുത്തു കളയാൻ പോകുന്നു, അതുകൂടാതെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള ഒരുപാട് കുപ്രചരണങ്ങളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ RSS വളരെ സജീവമായിട്ട് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഒരു പരിധിവരെ BJPക്ക് തിരിച്ചടിയായി. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ പോലും അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ട്, ആ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും SC ST OBC വിഭാഗക്കാർ BJPയെ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഏറ്റവും കൂടുതൽ സീറ്റുകൾ, അതായത് ഈ റിസർവേഷൻ സ്റ്റാറ്റസ് ഉള്ള, അതായത് SC ST റിസർവേഷൻ നിലനിൽക്കുന്ന 131 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ജയിച്ചത്. ഇത്ര വലിയൊരു കാറ്റൊക്കെ കൊണ്ടുവന്നിട്ട് പോലും BJPക്ക് 55 സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചു. അതായത് 131 സംവരണ ലോക്സഭാ മണ്ഡലങ്ങളിൽ 55 എണ്ണത്തിൽ ജയിച്ചു കയറാൻ BJPക്ക് സാധിച്ചു.